പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 147 അധ്യായം 11 വാക്യം. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പ്രിയ മക്കളെ, ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയെ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അതായത് യഹോവയുടെ പ്രസാദം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് യഹോവ പ്രസാദിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ യഹോവയെ ഭയപ്പെട്ട് യഹോവയിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവരിൽ യഹോവയുടെ പ്രസാദം ലഭിക്കാൻ ഇടയായിത്തീരും. അടുത്തതായിട്ട് നോക്കൂ, സങ്കീർത്തനങ്ങൾ 103:13 പറയുന്നുണ്ട്, കരുണ തോന്നുന്നു എന്ന്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രിയ മക്കളെ, തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതായത് യഹോവയെ സത്യമായും ഭയപ്പെടുന്നവരോട് ദൈവം കരുണ കാണിക്കുന്നു. ദൈവത്തോടുള്ള ഭയം വീണ്ടെടുപ്പിന്റെ ഭയമാണ്. അത് പാപത്തിൽ നിന്ന് തിരിയുവാനും ദൈവത്തിന്റെ ഉപദേശത്തെ പാലിക്കുന്നതിനും കർത്താവിന്റെ സാമീപ്യവും കൃപയും അന്വേഷിക്കുന്നതിനും നമ്മെ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ യഹോവയെ ഭയപ്പെടുമ്പോൾ അവന്റെ ഭക്തന്മാരെ കാത്തുപരിപാലിക്കുന്ന നല്ല പിതാവിന്റെ ആ സാമീപ്യം അനുഭവിപ്പാൻ കൂടി നമുക്ക് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് യഹോവയെ ഭയപ്പെടുകയാണെങ്കിൽ അവരെ അംഗീകരിക്കുന്ന അപ്പൻ. അതായത് അപ്പോസ്തലപ്രവൃത്തി 10:35 പറയുന്നുണ്ട്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പ്രിയ മക്കളെ, ദൈവത്തിന് പ്രത്യേക താല്പര്യമുള്ള ജാതിയോ രാഷ്ട്രമോ കുലമോ പദവിയോ വ്യക്തിയോ ഇതൊന്നുമില്ല. അതായത് പാപത്തിൽ നിന്ന് തിരിയുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും നീതിയോട് ജീവിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിയിലും ദൈവം പ്രസാദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളാണ് ഇവിടെ ഹല്ലേലൂയ മതവും കുലവും ഒക്കെ നോക്കി, ജാതിയൊക്കെ നോക്കി, ഹല്ലേലൂയ വർണ്ണവും ഹല്ലേലൂയ നിറമൊക്കെ നോക്കി നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ യേശുപ്പൻ എന്താ? ഒരു മുഖപക്ഷവുമില്ല, എല്ലാവരെയും ഒന്നായി കാണുവാനാ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞെന്താ? ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഭാഗ്യാവസ്ഥ അനുഭവിക്കുന്നവരാണ് ദൈവത്തെ ഭയപ്പെടുന്ന മക്കള്. സങ്കീർത്തനം 112:1-2 വാക്യങ്ങൾ പറയുന്നുണ്ട്, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, സങ്കീർത്തനത്തിൽ പറയുക, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നതാ. ഹല്ലേലൂയ. ആ ഭൂമിയിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളുടെ തലമുറകളെ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് ആ ദൈവിക ഭാഗ്യാവസ്ഥ ലഭിപ്പാൻ കൂടെ ഇടയായി തീരുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കൂ, ദോഷം വിട്ടകലുവാൻ ഇടയാകുന്നു. സദൃശവാക്യം 16:6 പറയുന്നു, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഹല്ലേലൂയ. ഒരു യഹോവ ഭക്തിയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തി ഹല്ലേലൂയ ദോഷം വിട്ടകന്ന് അവന് നന്മയും തിന്മയും മനസ്സിലാക്കി തിന്മ പ്രവൃത്തികളെല്ലാം മാറ്റിവെച്ച് ഹല്ലേലൂയ
ഹാലലുയ നന്മ പ്രവർത്തിപ്പാനിടയായി തീർന്നു. ഹാലലുയ ദോഷപ്രവൃത്തികൾ, പ്രവൃത്തികളെല്ലാം വിട്ടകന്ന് ഹാലലുയ സത്യമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുവാൻ ഇടയായി തീരുന്നുണ്ട്. ഹാലലുയ നോക്കൂ, അടുത്തതായിട്ട് നോക്കൂ, ഇത് രക്ഷിക്കുന്നതാ. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരെ ദൈവം രക്ഷിക്കും. സങ്കീർത്തനം 145 19-20 വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. പ്രിയ മക്കളെ നോക്കൂ, ഹാലലുയ യഹോവയെ ഭയപ്പെടുന്ന മക്കളെ യഹോവ രക്ഷിക്കും, ദുഷ്ടങ്കിൽ നിന്ന് രക്ഷിക്കും. ഹാലലുയ ആപത്തിൽ നിന്ന് രക്ഷിക്കും. ഹാലലുയ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളുടെ മധ്യത്തിലെല്ലാം ദൈവം പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജിക്കാതെ നിർത്തുവാൻ ദൈവം സഹായിക്കും. ഹാലലുയ എവിടെ പറയാ, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഹാലലുയ ഒരു ദൈവ പൈതൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കരയുമ്പോൾ ആ വിഷയത്തിന്മേൽ ദൈവം അത്ഭുത മറുപടി നൽകി തരും. പ്രീതി മക്കളെ, ഹാലലുയ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുവാൻ സാധിക്കുമാകുകയുള്ളൂ. ഹാലലുയ അവരെ രക്ഷിക്കുന്ന കർത്താവ, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന അപ്പന. ഹാലലുയ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ വെക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിൽ ഉപരിയായി നമ്മെ പരിപാലിക്കുന്ന അപ്പൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അപ്പൻ, നമ്മുടെ കണ്ണുനീര് കാണുന്ന കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വന്ന് നമുക്ക് വേണ്ടുന്ന വഴികൾ ഓരോന്നും ഒരുക്കി തരും. പ്രിയ മക്കളെ, യഹോവയെ ഭയപ്പെടുവാണെങ്കിൽ അവരെ രക്ഷിക്കുന്ന അപ്പനാണ്. ഹാലലുയ അടുത്തതായിട്ട് നോക്കൂ, സദൃശവാക്യം 10:27 പറയുന്നുണ്ട്, ദീർഘായുസ് നൽകി തരുന്നു. ഹാലലുയ യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. ഹാലലുയ യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ ഇഷ്ടം ചെയ്യുന്ന ദൈവമക്കളെ ഹല്ലേലൂയ കർത്താപ്പച്ചൻ പരിപാലിക്കും, ആപത്തിൽ നിന്ന് പരിപാലിക്കും. അവന് പ്രാണന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് നൽകി തരും. ഇവിടെ പറഞ്ഞ യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. ഹാലലൂയ പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യഹോവയെ ഭയപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ യഹോവ രക്ഷിക്കുകയും യഹോവയെ അവരോട് കരുണ തോന്നുകയും അവരെ ഹല്ലേലൂയ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്നതായ ഭാഗ്യാവസ്ഥ ലഭിക്കാൻ ഇടയായി തീരുന്നു. ദോഷം വിട്ടകന്നവർ ജീവിക്കുന്നു. പ്രിയ മക്കളെ, ഹാലലൂയ ദീർഘായുസ് നൽകുന്നു. ഹാലലൂയ അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഹാലലൂയ ഈ ദിവസങ്ങളിൽ യഹോവ ഭയത്തിൽ വളരുന്നവരായി കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരാൻ ഹാലലൂയ തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഹാലലൂയ ആ യഹോവയുടെ പ്രസാദം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ദൈവിക പ്രസാദം ലഭിപ്പാൻ ദൈവം ഇടയാക്കുന്നതിനായി നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആരെങ്കിലും പാപത്തിന്റെ വഴിയിലാണെങ്കിൽ ആ പാപ വഴികളൊക്കെ വിട്ട് ദോഷം വിട്ടകന്ന് കർത്താവിന്റെ സന്നിധിയിലാണെങ്കിൽ അവരുടെ മേൽ ദൈവിക പ്രസാദം ലഭിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ ഉണ്ടാകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ യഹോവയെ ഭയപ്പെടുന്ന മക്കൾക്കാണ് കർത്താവ് ഹല്ലേലൂയ അവരുടെ ആഗ്രഹങ്ങൾ ഓരോന്നും നിവർത്തിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞല്ലോ, യഹോവയെ ഭയപ്പെടുന്നവരുടെ ഹല്ലേലൂയ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന. ഹല്ലേലൂയ ഭൂമിയിൽ അവർ ബലപ്പെട്ടിരിക്കും. പ്രിയ മക്കളെ, യേശുവിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ പല സംഭവങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെ കർത്താവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ എടുക്കണമേ, ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് യഹോവയെ ഭയപ്പെടുന്നതിന്റെ ഫലങ്ങൾ അനുഭവിപ്പാൻ ഇടയാകണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയിൽ പ്രത്യാശ വെച്ച് അങ്ങിൽ നിന്ന് ദൈവിക പ്രസാദം ലഭിച്ച് ജീവിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണമേ. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ ഓരോ മക്കൾക്കും കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.